ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ കുട്ടികൾ ക്ലാസ് റൂമിൽ കാണും. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ സെൻസറി ഓവർലോഡ് ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ലൗഡ് നോയ്സസും ബ്രൈറ്റ് ലൈറ്റ്സും ഒക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റുട്ടീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുട്ടികൾക്ക് ട്രാൻസിഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്കൊക്കെ മൂവ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് ഒരു വിഷ്വൽ ഷെഡ്യൂൾ കാണിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. അപ്പോൾ ഈ ട്രാൻസിഷൻ അവർക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പോൾ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ റിവാർഡ്സ് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ ആ സ്കില്ല് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിവാർഡ് കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും സ്റ്റാർസും അല്ലെങ്കിൽ ടോയ്സും ഇഷ്ടപ്പെടണം എന്നില്ല. കുട്ടിയുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചുള്ള റിവാർഡ് സിസ്റ്റം പ്ലാൻ ചെയ്യുക. പിന്നെ സ്കില്ല് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് റിവാർഡ്സ് ഫെയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. പിന്നെ വിഷ്വലി അതുപോലെ തന്നെ മ്യൂസിക്കലിയും കണ്ടന്റ് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ ഈ കുട്ടികൾക്ക് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി മ്യൂസിക്കലി പ്രസൻറ്റ് ചെയ്യുക. ഈ കുട്ടികൾക്ക് ഇത് വളരെ മോട്ടിവേറ്റിംഗ് ആയിരിക്കും. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള തെറപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ കുട്ടികൾക്ക് സെൻസറി ഇഷ്യൂസ് കാണും, സ്പീച്ച് ഇഷ്യൂസ് കാണും, അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ് കാണും. അപ്പോൾ കുട്ടിയുടെ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള തെറപ്പി കൊടുക്കാൻ പേരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്.